എടുത്തോ? ഫാമിലി ആയിട്ട് സിനിമയിൽ എടുത്തത്. ഷൂട്ടിങ്ങിലാ? ഒരാൾ കൂടി ഉണ്ട് ബാക്കില്. കുറെ ആൾക്കാരുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് നിൽക്കില്ലച്ചോ. അപ്പൊ എന്താ പരിപാടി? ഷൂട്ടിങ്ങാ? അപ്പൊ നമ്മളെ വീട്ടിൽ നിന്നൊരു ഷൂട്ടിംഗ് ഉണ്ട് കേട്ടാ. അതൊക്കെ എന്താ നമുക്ക് ഇങ്ങനെ വഴി വഴിയെ കാണാട്ടാ. പരിചയപ്പെടുത്ത്. പേര് പറയട്ടെ എല്ലാവർക്കും. എന്റെ പേര് ഷിബില. എവിടെ പേര് അറിയില്ല? എന്റെ പേര് ഹരി. ഞങ്ങള് കോട്ടക്കലിനാണ് വരുന്നത്. ഇവിടെ അമൽ. കൊല്ലം. റിയാസ് വളാഞ്ചേരി. അതെ, പല സ്ഥലത്തുനിന്നായിട്ട് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. കൊല്ലത്തുനിന്ന് വരെ ആളാക്കിയില്ലേ. അതൊരു സന്തോഷം. അപ്പൊ നമ്മൾ ഇതിന്റെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കാണാൻ പറ്റിയൊരു സന്തോഷം, പരിചയപ്പെടാൻ പറ്റിയ അതിലൊരു സന്തോഷം. നമ്മൾ ശിബിലാനായിട്ട് ഭയങ്കര സംസാരമൊക്കെയാണ്. അപ്പൊ നമ്മള് ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പൊ അതൊക്കെ കാണിച്ചു തരാട്ടോ ഞങ്ങൾക്ക്. അവിടെ ആര വന്നേ ഷൂട്ടിങ്ങില് അല്ലേ? എന്താ സ്പെഷ്യല്? സ്പെഷ്യലായിട്ടൊന്നുമില്ല. എടാ അത് ചുളിവുള്ളോണ്ടേ തുടങ്ങിയോ? ഞാനൊക്കെ സെറ്റോ. ബോയ്കുട്ടിയെ അവിടെ നിന്നാ മുന്നോട്ട് നീങ്ങൂലല്ലോ റിയാസേ. ആരാണ് ഫോക്കസ്? അവരും അമ്മേനെ ഫോക്കസ് ചെയ്തോ? വിളിച്ചോ? ബോയ്കുട്ടിയെ ഒന്നടന്നാ പുതിയത് വാങ്ങി കൊണ്ടൊക്കെ വരട്ടെ. അല്ല അത് വാങ്ങിയത് കൊണ്ടൊക്കെ വരട്ടെ. കെയർ ചെയ്യണ്ടേ? അതിനാണ് ഈ ന്യൂട്ടന്റെ ബോഡി ഗാർഡ്. നമുക്ക് എപ്പോഴും പുതിയ ഡ്രസ്സ് വാങ്ങിയിട്ടാൻ താല്പര്യം ഉണ്ടാവില്ലേ? പക്ഷെ എത്ര വില കൂടിയ ഡ്രസ്സ് ആണെങ്കിലും 1 or 2 തവണ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ നിറം വാങ്ങാൻ തുടങ്ങും. പക്ഷെ അത് വിചാരിച്ച് നമുക്ക് എപ്പോഴും ഡ്രസ്സ് വാങ്ങിയിടാനും പറ്റൂല. അതുപോലെ നമ്മൾ പുതിയ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് തന്നെ നമ്മൾ ന്യൂട്ടന്റെ ബോഡി ഗാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡ്രസ്സിന്റെ നിറം എന്നും കാലാകാലം കിട്ടും എന്നൊക്കെ പറഞ്ഞത്. എന്തൊക്കെയാ നമുക്ക് സ്പെഷ്യൽ? മേശൊക്കെ എങ്ങനെ ഉണ്ട്? എന്താ സ്പെഷ്യൽ? എന്ത് ചിക്കന് മോരുകറി. അത് തുറന്നിട്ടാ അപ്പൊ തുറന്നിട്ടാ അത് തുറന്നിട്ടാ. എന്നാ പിന്നെ ആയിക്കോട്ടെ പോയിക്കോളും. അല്ല മറ്റേത് നന്നായി. സന്ധ്യ ഷൂട്ടിങ്ങിൽ കൂടിക്കോ? അപ്പൂസല്ല ഷൂട്ടിങ്ങിനാണ്. അപ്പൂസിന് എങ്ങനെ ഉണ്ടാക്കണേ? ചിക്കൻ സാധാ വെക്കണം. സാധാ കറിയാ? തേങ്ങ പാലരച്ച് വെക്കല കേട്ടോ. നാളത്തെ മാതിരി ഇഷ്ടല്ലേ? എന്താ ഓഫായത്? സാധാ പ്ലഗിൽ ഇട്ടാരെയും നമ്മളായിക്കളാ. ഇതെന്താണ് മോര് കറിക്കോ? അരക്കണം.
ഭാവിക്ക് എനിക്കൊന്നുമില്ല കണ്ടു കഴിഞ്ഞു കണക്കില്ല ഇതൊക്കെ ഉണ്ടല്ലേ എത്ര ഇതൊക്കെ ഓരോ പ്രൊഡക്റ്റ് അതൊക്കെ വേണ്ട പ്രൊഡക്റ്റ് സാധനം ഉണ്ടോ വീഡിയോക്ക് പരസ്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞേ പുതുമയോടെ കാണാം. അങ്ങനല്ല നിങ്ങൾക്ക് പുതിയ വസ്ത്രമോ പുതുമയോ കാണണമെന്ന് പറയുന്നത് ശരിയാവില്ല. ഗ്രാമാറ്റിക്കലി തെറ്റാണത്. പിന്നെ നിങ്ങൾക്ക് എന്നും നിങ്ങളുടെ വസ്ത്രങ്ങൾ അമ്മായി വന്നിട്ടുണ്ട്, അച്ഛൻ പെങ്ങളാണത്, ചെറിയ പെങ്ങളാ പോണ്. പിന്നെ ആ ചേച്ചിന്റെ ഇപ്പുറത്ത് ഓള് ആ വെക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു വായില്ല. എന്റെ ചേച്ചിയാണ് കണ്ടോ, ശരിക്കും കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അത്ര വിചാരിച്ചില്ല കേട്ടോ. പിന്നെ ചേച്ചിനെ കാണിച്ചപ്പോഴാണ് ചേച്ചിന്റെ നാട്ടിൽ നിന്ന് കുറേ ആൾക്കാർ കാണാൻ. എല്ലാവർക്കും ഹായിട്ടോ. ചെട്ടിന്ന് ഒക്കെ നമ്മളെ വിളിച്ചിരുന്നു. പിന്നെ എന്തൊക്കെ ചേച്ചിന്റെ പേര് പറഞ്ഞല്ലേ, നമ്മള് ഇതിന് പോയില്ലേ, അങ്ങാടിപ്പുറം പോയപ്പോ കണ്ടതായിരുന്നു. പിന്നെ അല്ലാതെ കമന്റ് ഇല്ലുണ്ട് കേരളയിൽ നിന്ന് ചേച്ചിനെ അറിയുന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് ചേച്ചി വന്നിട്ടുണ്ട്, അമ്മേനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവിടെ ഇരിക്കണം. അപ്പൊ അവിടെ ഓരോക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും വണ്ടൂർ ബസ് ഇറങ്ങിയപ്പോഴേ അവിടെ ഉള്ളതാന്ന് അറിയോ, പാണ്ടിയാട്. ഇവിടെ വന്ന ആശുപത്രിയിലെ കടക്കല് പാണ്ടിയാടാണ്. വീഡിയോ കാണാം. വീഡിയോ കാണാൻ ചെയ്തപ്പോ ഷിജിനോട് അന്വേഷണം ഞാൻ ചോദിച്ചു പറയുന്നുണ്ട്. അപ്പൊ സന്ദേശിച്ചല്ലേ ചോദിച്ചു വന്നിട്ട് ചേച്ചിനോട് വർത്താനം പറയാൻ പറ്റില്ല ചേച്ചി. ചേച്ചിനോടോ? ചേച്ചി ഞാൻ പ്രതീക്ഷിക്കാതെ വന്നതാ. ഞാൻ ഉറക്കത്തിലൂടെ കരുതിയിട്ടില്ല അവിടെ വരുന്നെന്ന്. അപ്പോൾ ഇന്ന് വന്നപ്പോൾ ഞാൻ അന്തം വിട്ടിട്ടുണ്ട്. ഒരു സൂചന പോലും കിട്ടിയില്ല. വന്നപ്പോൾ ഇങ്ങനെ ഉണ്ടാരും പറയാനൊന്നും പറ്റിയില്ല. ഞാൻ ചോറുണ്ടാണ്. അപ്പോൾ തറവാട്ടിക്കാണ് വന്ന അച്ഛമ്മേൻ്റെ അടുത്തേക്ക്. അപ്പോൾ അവിടെ തന്നെ വണ്ടി കയറി പോവുകയും ചെയ്യും. ഓൾക്ക് അത്യാവശ്യമായിട്ട് പോകണം, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ദിവസം ഉണ്ടായത്. ഒരു സമാധാനം ഇല്ലാത്തൊരു ദിവസം കേട്ടോ. കാരണം എല്ലാവരും ഉണ്ടാകുമ്പോൾ ഞാൻ ഒരു അങ്ങനെയല്ലേ. പക്ഷെ എപ്പോഴേലും കാണുള്ളൂ. ഇതിപ്പോൾ എന്ന് കണ്ടതാന്ന് തന്നെ നിച്ചല്ല, അത്രയാണ്. അങ്ങനെയാണ് സംഭവങ്ങൾ. നമ്മൾ ചോറും കറിയൊക്കെ ആക്കിയിട്ടുണ്ട്. തിന്നാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കണില്ല. കൊണ്ടൊക്കെ സന്ധ്യക്ക് ചിക്കൻ ഇളക്കുന്നുണ്ട്. മോരും കറി ഇതാ, സാധാ ചോറൊക്കെ വെച്ചിട്ടുണ്ട്. അമ്മ അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ കേട്ടോ. അങ്ങനെ ഹാളിലൊക്കെ ക്യാമറ ഒക്കെ വെച്ചതാണ്. അപ്പോൾ അതാണ് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. അപ്പൊ വല്യമ്മേൻ്റെ ഇരിക്കണേ അല്ലേ. മീലോ എഴുതിപ്പോ എതിപ്പിട്ടില്ലല്ലോ. മീനില്ലേ നല്ല മീയത്തിപ്പോ അല്ല മീനില്ലല്ലോ. ചോറിനാണ് കേട്ടോ. അപ്പൊ അവർക്കൊക്കെ നമ്മള് ചോറ് കൊടുത്തു, കുട്ടികൾക്ക് കൊടുത്തു. മൂന്നാമത്തേല് നമ്മൾ ഇരിക്കുകയാണ്. പപ്പടം പപ്പടം കിട്ടിയില്ല. ഇല്ലേ? പപ്പടം ഉണ്ട്, മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടെന്ന് കുറച്ച് ചിക്കനെ കൂട്ടി തിന്നല്ലേ അമ്മ? വേണ്ട കുറച്ചേരം കൂടില്ല, 2 വീഡിയോ എടുക്കാണ്ട് കഴിഞ്ഞിട്ടില്ല. ചോറിനാൻ വേണ്ടിയിട്ടാണ് ഇരുന്നതാണ് കേട്ടോ. 1 മിനിറ്റ് 30 സെക്കൻഡുള്ള വീഡിയോ ആയാലും അത് എടുത്തു വരാൻ ഒരുപാട് സമയം പിടിക്കും. 1 മിനിറ്റുള്ള വീഡിയോ എടുക്കാൻ എത്ര മണിക്കൂർ നമ്മള് തണുക്കണം അല്ലേ? അവന് ഞാൻ കൊടുക്കുന്നത് കുറച്ചുകൂടി ഉണ്ടോ? വ്ളോഗല്ല, പിന്നെ സ്റ്റോറി ഒക്കെ എടുക്കണമെങ്കിൽ 1 മിനിറ്റുള്ള വീഡിയോ ഒക്കെ ഒരുപാട് സമയം. പിന്നെ നമ്മൾ എടുക്കും പോലെ ഇല്ലല്ലോ. അത്രയും കറക്റ്റ് ആയിട്ടൊക്കെ എടുക്കാൻ പിന്നെ നമ്മളെ ചാനൽ ഇടാനല്ല, വരെ ഇതിലിടാൻ കണ്ടുണ്ടാവും ആൾക്കാരെ. തുപ്പാണ്. അപ്പൊ നമുക്ക് ഉപ്പറിയില്ലേ? അല്ലേ പെരി നല്ല പുണ്ടാണ്. നല്ല പുണ്ട് എന്തിലുപ്പുണ്ട്? വെറുതെ ഓരാവണ്ടല്ലോ. എന്ത് വെറുതെ തരാട്ടിയതാണ്. കഴിഞ്ഞാ തിരക്കില്ല. നിങ്ങളെ കടയിൽ നിന്ന് വരികയാണെന്നുള്ള രീതിയിൽ അപ്പോൾ നിങ്ങൾ വന്നിട്ട് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ അമ്മ എന്നുള്ള രീതിയിൽ. അപ്പൊ എന്താണ് എന്നുള്ള രീതിയിൽ നമ്മളെ കുട്ടിച്ചന്റെ സാധാരണ കുട്ടിച്ചന്റെ മകളും മരുമോനും ആണ്. സന്ദേശിച്ചല്ല, സന്ദേശിന്റെ മരുമോൻ തന്നെ. നമുക്ക് നമ്മളെ വീട്ടിലേക്ക് സെറ്റാ. അതാണ് വേണ്ടത്.
അനിയത്തിയാണ്. അനിയത്തിയാണ് ഒരനിയത്തിയോടെ ഉണ്ട് കേട്ടോ അവിടുന്ന് വരാതെ അപ്പൊ ഇന്ന് വന്നിട്ടില്ല നാളെ വരാം നാളെ വരും. കുട്ടിച്ച വന്നിട്ടുണ്ട് അച്ഛനാ വന്നപ്പോ കണ്ടത് അമ്മായി നാളെ വരും പറഞ്ഞ ഇന്ന് വരാന്നാ പറഞ്ഞേ പൂസേ കഴിഞ്ഞില്ലേ പരിപാടികളൊക്കെ കഴിഞ്ഞില്ലേ നേരം വഴിയിലെന്ന് കഴിഞ്ഞ പ്രാവശ്യം എന്താ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറെ ആൾക്കാര് വിരുന്നേരം അതിന് മാത്രല്ലേ ഇന്നത്തെ ഇതില് കുറച്ച് സന്ധ്യച്ചി മകളും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് അപ്പൊ കുറെ ഡയലോഗൊക്കെ ഉണ്ട് അതൊക്കെ പറഞ്ഞ് പഠിക്കണ്ടേ നമുക്ക് ഒറ്റടിക്കൊന്നും പറയാൻ നിച്ചല്ലോ അപ്പൊ അങ്ങനെ തെറ്റിക്കും അപ്പൊ തെറ്റിക്കുമ്പോ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യും. കുറച്ചേരേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ കുറച്ചേ ഉള്ളൂ പറഞ്ഞിട്ടില്ല എല്ലാവർക്കും അങ്ങനെ കുറച്ച് ഇറങ്ങാറായി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ പോണ നേരത്താണ് കുട്ടിച്ചനും കുട്ടികളും വന്നത് ഒരു രണ്ട് തറവാട്ടിക്ക് കയറി പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ അതിന്റെ ഇടയ്ക്ക് വരുന്നവരല്ലേ അമ്മേന്റെ വർത്താനം അതിന്റെ ഇടയിൽ ചേച്ചി കണ്ടു അമ്മ ഇടയ്ക്ക് നീച്ചിരിക്കും അതേപോലെ തന്നെ സുഖമില്ലാതെയാവും ഇടയ്ക്ക് നീച്ചിരിക്കും അതേപോലെ തന്നെ സുഖമില്ലാതെയാവും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഇന്നത്തെ വിശേഷം ഓർക്കാപ്പുറത്തുള്ള വരവും എല്ലാം കൂടിയായിരുന്നു ഇന്ന് അപ്പം ഇനി നാളെ കാണാം അല്ലേ നാളെ ആയപ്പോൾ എല്ലാവരും പോകുന്നൊക്കെ പറയുന്നുണ്ട് ചിന്തിച്ചൊക്കെ പോകാൻ അറിയുന്നുണ്ട് അപ്പം നാളെ കാണാം കേട്ടോ എല്ലാവർക്കും ബൈ